ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. കഴിഞ്ഞ ദിവസം റോഡരികിൽ കിടന്നുറങ്ങിയ ആളുകളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി 5 പേരുടെ ദാരുണ മരണത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. ആ വാർത്തയുടെ ഫോളോപ്പായി കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ഒരു കണക്കെടുപ്പ് തന്നെ വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തോളം തന്നെ പഴക്കമുണ്ട് പ്രവാസത്തിന്. ജോലി തേടി അന്യനാട്ടിൽ പോവുക എന്ന കാര്യത്തിന്, അതായത് പ്രവാസം സ്വീകരിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പ്രവാസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുടുംബമായും സ്ത്രീകൾ ഒറ്റക്കായും എല്ലാം പ്രവാസം സ്വീകരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിലെ ജോലിക്ക് വേണ്ടി നമ്മൾ കോഴ്സുകൾ വരെ തിരഞ്ഞെടുക്കുന്നു. ഒരു പതിവും ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ന കോഴ്സ് ചെയ്താൽ ഇന്ന രാജ്യത്ത് ഇന്ന ശമ്പളം, ഇന്ന എത്ര നല്ല ജോലി കിട്ടും, നല്ല ഉയർന്ന വരുമാനം ലഭിക്കും എന്നൊക്കെ. അപ്പോൾ ഉയർന്ന വരുമാനം ലഭിക്കുന്ന ആൾ അതേ രാജ്യത്ത് ജോലി ചെയ്യുന്ന പങ്കാളിയെ കണ്ടെത്തുകയും അല്ലെങ്കിൽ കണ്ടെത്തിയ പങ്കാളിയെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോയി സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആക്കിയ കുടുംബങ്ങൾ നാട്ടിലോട്ടുള്ള വരവ് ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്നതായും കാണാം. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്നിച്ച് ലീവ് ലഭിക്കാത്തത് കൊണ്ടും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ അനുസരിച്ച് പേരൻസിന് ലീവ് ലഭിക്കാത്തതും, പിന്നെ അമിതമായ സീസൺ ടിക്കറ്റ് നിരക്ക്, സീസണിലാണല്ലോ ഒരു ലീവ് ലഭിക്കുന്നത്, ആ ടിക്കറ്റ് നിരക്ക് താങ്ങാനാവാത്തത് കാരണം യാത്ര വേണ്ടെന്ന് വെക്കുന്നവരും ഒക്കെയുണ്ട്. ഓരോ കാരണങ്ങളാണ്. കാരണങ്ങൾ പലതാണെങ്കിലും വരവ് നീണ്ടുപോവുകയാണ് സാധാരണ പതിവ്. പ്രവാസത്തിൽ പൗരത്വം ലഭിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ച് എവിടെയും പൗരത്വം ലഭിക്കുക എളുപ്പമല്ല. അങ്ങനെ വരുമ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയാൽ താമസിക്കുവാൻ ഒരു വീട് എല്ലാവർക്കും നിർബന്ധമാണല്ലോ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വീട് ഉണ്ടാക്കുക എന്നത് അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും ഒന്നും സ്വന്തമായി വീടുള്ളവർ കുറവായിരിക്കും. കാരണം വർദ്ധിച്ചു വരുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും ഒന്നും സാധാരണക്കാരെ വീട് എന്ന കാര്യം ചിന്തിക്കാറേയില്ല. അവരെല്ലാവരും വാടക വീടിനെ തന്നെയാണ് ആശ്രയിക്കാറ്, കൂടുതലും ആശ്രയിക്കുന്നത്. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് വീട് നിർമ്മിക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ജോലി ഏത് രാജ്യത്ത് ലഭിച്ചാലും സ്വന്തം നാട്ടിൽ ഒരു വീട് നിർമ്മിക്കുവാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ജീവിതത്തിന്റെ 3/4 സമ്പാദ്യവും അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നത് മലയാളികളുടെ ഒരു ശീലമാണ്. ഇത്രയും പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാനപരമായ പോയിന്റാണ്. ഇനി ഇന്ന് കണ്ട വാർത്തയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം വീടുകൾ അടഞ്ഞുകിടക്കുന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഇതൊരു സർക്കാർ ഏജൻസിയുടെയും കണക്ക് അല്ല എന്ന് മനസ്സിലാക്കുക. ഒരു ഊഹക്കണക്ക് മാത്രമാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ അടഞ്ഞുകിടക്കുന്ന, നമ്മൾ സ്ഥിരമായി കാണുന്ന വീടുകൾ വിരലിൽ കൂട്ടി നോക്കിയാൽ 10 ലക്ഷം വീടുകൾ അടഞ്ഞുകിടക്കുന്നു എന്ന കണക്ക് ശരിയാവാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അന്യനാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു തിരിച്ചുവരവ് നിർബന്ധമാണ്. തിരിച്ചെത്തിയാൽ തങ്ങൾ ഒരു അടച്ചുറപ്പുള്ള വീടും ആവശ്യമാണ്. എന്നാൽ പ്രവാസികൾ ഭാവിയിലേക്ക് നിർമ്മിക്കുന്ന വീടിന് അധികം തുക ചിലവഴിക്കാതെ ആഡംബരം കുറഞ്ഞ വീട് നിർമ്മിക്കുകയും കഴിയുമെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്താൽ അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും. അടച്ചിടുന്ന വീട് എന്ന പേര് ഒഴിവാക്കുവാനും സാധിക്കും. ആഡംബര വീടൊക്കെ പണിയത് പ്രവാസികൾ വിദേശത്ത് താമസിക്കുന്നത് വളരെ സൗകര്യം കുറഞ്ഞ വീടുകളിലാണ്. കാരണം വാടക കൊടുത്ത് താമസിക്കുമ്പോൾ വീട് വലുതാകുന്നതിനനുസരിച്ച് വാടകയും കൂടുമല്ലോ. അപ്പോൾ വീട് ചെറുതാക്കി വാടക കുറച്ച് താമസിക്കുന്നു. താൻ നിർമ്മിച്ച ആഡംബര വീട് നാട്ടിൽ അടഞ്ഞുകിടക്കുകയും ചെയ്യുന്നു. ഇതിന് ഒരു പരിഹാരം
എന്ന നിരക്ക് പറയുകയാണെങ്കിൽ എല്ലാ പ്രവാസികളും അല്ല കേട്ടോ. ബാച്ചലേഴ്സായി ജോലി ചെയ്യുന്ന പ്രവാസികൾ അവരുടെ കുടുംബവും വീടും ഒക്കെ നാട്ടിൽ തന്നെ, അവരെ ഈ കൂട്ടത്തിൽ പെടുത്തുകയില്ല. ഇത് നമ്മൾ വിദേശത്ത് പോയി കുടുംബത്തോടൊപ്പം താമസിക്കുന്ന, സ്ഥിരമായി നാട്ടിൽ വരാത്ത പ്രവാസികളെയാണ് നമ്മൾ പറഞ്ഞു തന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നാൽ ആഡംബരം കുറഞ്ഞ സാധാരണ കോൺക്രീറ്റ് വീട് നിർമ്മിച്ച് തൽക്കാലം വാടക കൊടുക്കുകയും അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ഈ വാർത്ത കണ്ടപ്പോൾ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു. നമസ്കാരം.